ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് റിക്കൂട്ടൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിനെ. അങ്ങനെ നമ്മൾ താഴേക്ക് വന്നു. അപ്പോൾ കണ്ടത് തന്നെ ഇവനൊരു മുട്ടായിയാണ്. അങ്ങനെ അതും എടുത്തിട്ട് തിന്നുകൊണ്ടിരിക്കുവാണ്. പല്ല് വരെ തേച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അച്ചാച്ചനോടും അമ്മമ്മേനോടും കുശലെല്ലാം പറഞ്ഞിട്ട് റിക്കൂട്ടൻ ഇങ്ങനെ മുട്ടായി തിന്നാണ്. പിന്നെ ഇന്ന് നമുക്ക് രാവിലെ ചായക്ക് കടി അമ്മയാക്കിയത് ഈ കാര്യപ്പം ഇത് എരിവുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ റിക്കൂട്ടൻ മുട്ടായത് നമ്മളൊക്കെ ഞാൻ എൻ്റെ ചായ കുടിച്ചേക്കാന്ന്. അങ്ങനെ നമ്മൾ ഈ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിന് പിന്നെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ വെറുതെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ അമ്മേനോട് പറയുമായിരുന്നു, പൊതുവേ ഇത് നല്ല ഇങ്ങനെ പൊന്തി വരുന്ന അപ്പാതെ, പക്ഷേ ഇപ്രാവശ്യം പൊന്തിയിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞത് അരച്ചതിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്തെല്ലോ വർത്താനം പറയാമെന്ന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മാണ് എനിക്ക് മധുരമുള്ള അപ്പം കൊണ്ടുവന്നതായിരുന്നു. പിള്ളേർക്ക് വേണ്ടിയിട്ടാക്കിയതായിരുന്നു മധുരമുള്ളത്, പക്ഷേ പിള്ളേർ തിന്നിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ കുറച്ചെല്ലാം കഴിഞ്ഞാൽ അമ്മ അപ്പം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചത് അമ്മ കണ്ടിട്ടുണ്ടായിട്ടില്ല. ഞാൻ പിന്നെ മാരക അഭിനയിച്ച് തിന്നലാണ്. ക്യാമറയുടെ ഉണ്ടെന്ന് എനിക്കറിയാത്ത മട്ടിൽ ഞാൻ തിന്നു. അങ്ങനെ തന്നെ അമ്മ അതാ മധുരമുള്ള അപ്പം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് വലിയ വേണ്ടായിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മൾ ചിരിച്ചതാണ്. അപ്പം മധുരമുള്ളപ്പം ഇങ്ങനെ ഇരിക്കും, മറ്റേ അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇരിക്കും. അങ്ങനെ അതിൽ തന്നെ ഞാൻ കുറേ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എരിവിൻ്റെ ഒന്ന് വെച്ചിട്ട് ഒരു മധുരവും കൂടി കടിക്കുമ്പം വേറെ തന്നെ ഒരു ടേസ്റ്റ് അങ്ങനെ. അപ്പം ഞാൻ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് റിക്കൂട്ടൻ ഞാൻ കേട്ടോ. ഓൻ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഓനോട് എന്തെല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഡയലോഗ് അടിക്കുന്നുണ്ട്. അങ്ങനെയല്ലാന്ന് ഞാൻ ചായ കുടിച്ചത്. അങ്ങനെ നമ്മൾ റിക്കോർഡിന് ഇതാ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. എന്തോ ആവശ്യത്തിനാണ് പോകുന്നത്, ഞാൻ മറന്നുപോയി, നമുക്ക് വഴിയേ കണ്ടുപിടിക്കാം. എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. എന്താ എടുത്തത്? മേമേൻ്റെ നിമിഷേച്ചി മറ്റേ പേസ്റ്റല്ല, ബ്രഷും പിന്നെ ടങ് ക്ലീനർ അവിടെ വെച്ചിന്. അപ്പോൾ അത് മേമക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി കൊടുത്തു. പിന്നെ റിക്കൂട്ടൻ്റെ അച്ഛൻ രാവിലെ തന്നെ ഭണ്ഡാരത്തിലിടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇടാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ റിക്കൂട്ടൻ. റിക്കൂട്ടനോട് ഞാനിങ്ങനെ നീ എൻ്റെ അച്ഛൻ്റെ സൂത്രം തന്നെ എടുത്തടാ നിന്നാണ്. അങ്ങനെയാണ് ഭണ്ഡാരത്ത് പൈസ ഇടുന്നത്, കുലുക്കിയിട്ട് അതിൻ്റെ അത് പൈസ എടുക്കും. പണ്ടെന്നോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ റിക്കൂട്ടനും അങ്ങനെ തന്നെയാണ്, അത് കുലിക്കാൻ പൈസ വരുമെന്ന് ഓനിപ്പോൾ അറിയാം. അതുകൊണ്ട് വെറുതെ ചിലപ്പം കുലുക്കും, എന്നിട്ട് ചില്ലറ 1 or 2 ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കും, എന്നിട്ട് പിന്നെ അതിൽ തന്നെ ഇടും കേട്ടോ. അങ്ങനെയാണ് സംഭവങ്ങൾ. പിന്നെന്താ, ഇപ്പോഴേക്ക് റിക്കൂട്ടൻ അച്ഛൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. അച്ഛനൊരു കോള് വന്ന് അങ്ങനെ റിക്കൂട്ടനെ എൻ്റെ മടിയിലാക്കി. അപ്പോൾ റിക്കൂട്ടന് അച്ഛൻ്റെ ഒന്നിച്ചിട്ട് പോവണം, അതിന് വേണ്ടിയിട്ട് കരയാന്ന് കേട്ടോ. ഇങ്ങനെ ഡയലോഗ് അടിച്ചെന്തല്ലോ പറഞ്ഞിട്ട് വിമ്മി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയുന്നത്, അച്ഛൻ പണിക്ക് പോയി, ഞാൻ പണിക്ക് പോയിട്ടാകുമ്പം വരും എന്നെല്ലാം പറഞ്ഞ് പിന്നെ 2 ഉമ്മയെല്ലാം കൊടുത്തപ്പോൾ റിക്കൂട്ടൻ ഓക്കെ ആയാ ഇല്ല, പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. പുതിയ കുപ്പായം എന്തോ ഇപ്പോൾ രാവിലെ മുട്ടായെല്ലാം തിന്നിട്ട് റിക്കു പല്ല് വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയല്ലോ പറഞ്ഞ് സമാധാനിപ്പിച്ച് റിക്കൂട്ടന് ബ്രഷും പേസ്റ്റും അങ്ങ് കൊടുത്തു. അപ്പം പല്ല് തേപ്പിച്ചുള്ള റിക്കൂട്ടൻ്റെ നടപ്പും ഓട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റിക്കൂട്ടനെ ഇങ്ങനെ സമാധാനിപ്പിച്ചെന്നല്ലേ, അമ്മ എടുത്തിട്ട് റിക്കൂട്ടിനെ കോനായിൽ കൊണ്ടുവന്നിരുത്തി. അപ്പോഴേക്കൊരു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ആ മുമ്പിലത്തെ ഒരു കാർഡ് കണ്ട റബ്ബറിൻ്റെ ഉള്ളിലല്ല, അപ്പോൾ ആ കാർഡ് വായിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനും കൊണ്ട് ആൾ വന്നതായിരുന്നു. അങ്ങനെ അവരെ നോക്കിയിട്ടാണ് റിക്കൂട്ടൻ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പല്ല് തേക്കൽ കഴിയാനായി. അങ്ങനെ പല്ലെല്ലാം തേച്ചിട്ട് ഇതാ ബ്രഷും കൊണ്ട് റിക്കൂട്ടൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലിരിക്കുന്നത് അച്ചാച്ചനാണ്. അച്ചാച്ചൻ ദിവസവും രാവിലെ ചാൽവയലിലേക്ക് പോകും. അതായത് ഇവിടുത്തെ ഒരു ടൗണാണ്. അവിടെ പോയിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് വരുവാന്ന് കേട്ടോ ചെയ്യുക.
അങ്ങനെ എന്നെ റെക്കോർഡിന് ഇതാ പല്ലിന് തേപ്പിച്ചിട്ട് വായി കഴുകി കൊടുക്കുകയെന്ന് കേട്ടോ ഞാൻ. പല്ല് തേക്കൽ കഴിഞ്ഞിട്ട് റെക്കോർഡിനകത്തേക്ക് കയറിയിട്ടില്ല, നേരെ ഇതാ സൈക്കിൾ ഓടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോഴേക്ക് ഇതാ അച്ചാച്ചനും ചാൽവയിലേക്ക് പോകുന്നുണ്ട്. ഇതുപോലെ ബാക്ക് വശത്തിൽ റബ്ബർ തോട്ടമുണ്ട്, റബ്ബറല്ല അതെന്താ തെങ്ങും തോട്ടം എന്ന് പറയില്ല ഇവിടെ. ആ തെങ്ങും തോട്ടത്തിലേക്കൂടെ അച്ചാച്ചൻ അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അങ്ങനെ റിക്കൂട്ടിനുള്ള അപ്പവും എടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്, മധുരയപ്പം. അങ്ങനെ ക്യാമറയെല്ലാം സെറ്റാക്കി വെച്ച് റിക്കൂട്ടൻ ഇപ്പം തിന്നുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയത്. റിക്കൂട്ടൻ ഇതാ ഒരു കടി കടിക്കുന്നുണ്ട്, അങ്ങനെ അത് കഴിച്ചുകൊണ്ട് നിൽക്കുവാന്ന് കേട്ടോ. ഭാഗ്യം റിക്കോർഡിനത് തിന്നുന്നുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും റിക്കോ അത് തുപ്പിയിട്ട് കൈ തന്നിന് വേണ്ടാന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ദോശ ചുടാമെന്ന് വിചാരിച്ച് അങ്ങനെ അമ്മ ഇതാ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുവാന്ന് കേട്ടോ. ഇത് നമ്മൾ രാവിലെ അരച്ച് വെക്കുന്ന ദോശയിൽ ചില സ്ഥലത്ത് നീർദോശ എന്നെല്ലാം പറയും, അത് ഉണ്ടാക്കുവാന്ന്. ഇതും തിന്നുന്നൊന്നും അറിയില്ല, എന്തായാലും ആക്കിയിട്ട് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ടും മുറ്റത്ത് തന്നെയാണ് കേട്ടോ, അകത്തേക്ക് കയറിയിട്ടേ ഇല്ല. അങ്ങനെ മീനിനെ എല്ലാം നോക്കി അതിന് തീറ്റയെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പിളിപ്പുഴുവിനെ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോയി. അങ്ങനെ പിന്നെ റിക്കൂട്ടിന് ദോശ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കിതാ നമ്മൾ ഈ മുട്ടിയിലെ ചുറ്റിക അത് കൊടുത്തിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കേബേജ് മുറിക്കാം. അതും ദോശയും ലേശം തിന്നിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. ഞാൻ മുറിക്കുന്നത് പോലെ ചിലപ്പം ജീവിതത്തിൽ ആരും കേബേജ് മുറിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് പലകയില്ലാണ്ട് മുറിക്കാനേ പറ്റില്ല, ഒരു സാധനം മുറിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനിതാ കേബേജും അതുപോലെ മുറിക്കുവാന്ന് കേട്ടോ. ഇത് നമ്മൾ വറവാക്കാൻ വേണ്ടിയിട്ട് മുറിക്കുന്നതാണ്. കേബേജും ഉള്ളിയും പച്ചമുളകും അതെല്ലാം ഇട്ടിട്ടുള്ള വറവ് കണ്ടില്ലേ. ഞാൻ ഇതുപോലെ കിടകിടയെ മുറിക്കും, പിന്നെ ഇതുപോലെ കുരുകുനായിരിക്കും. ഇതാണ് എൻ്റെ കേബേജ് മുറിക്കൽ. അങ്ങനെ പിന്നെ നമ്മൾ ഇഷുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ ശരത്തേട്ടനും നിമിഷേച്ചിയും കൂടിയിട്ട് ഇഷുവിനെ കൊണ്ടാക്കാൻ പോകുകയാണ്. ഉച്ച വരെയുള്ളൂ, അന്നേരം പിന്നെ പോയിട്ട് വേഗം ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ചു വരും. അങ്ങനെ അവർ മൂന്നാളും കൂടി പോകാൻ നോക്കുവാണ്. ഇഷുവിനെ ഞാൻ ഇത്രയേരം എന്താ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് നേരത്തെ ഇറക്കൊണ്ടുകൂടെ ഒന്നിച്ച് കളിക്കാനെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ പോകേണ്ട തയ്യാറെടുപ്പിലായിരുന്നു. പ്ലസ് അവൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പം നമ്മളെ ചാനലിലെ കമൻറ്റ് ബോക്സ് എങ്ങാനും ഓഫായി പോകും, അതുകൊണ്ട് അന്ന് ഇഷുവിന് ഇത്രയും നേരം കാണിക്കാഞ്ഞത് കേട്ടോ. പിന്നെ ഇതങ്ങനെ റിക്കൂട്ടൻ ഏട്ടന് ടാറ്റ പറയാന്ന് കേട്ടോ. അങ്ങനെ അവർ സ്കൂളിലേക്ക് പോവാന്ന്. അങ്ങനെ അവർ കാറെടുത്ത് പോയതിൻ്റെ ശേഷമാണ് റിക്കൂട്ടൻ ടാറ്റ പറയുന്നത്. അപ്പോൾ ശരത്തേട്ടനും വന്നിട്ട് റിക്കൂട്ടൻ അവിടെ നിന്ന് ദോശയും കറിയെല്ലാം കൊണ്ടുവന്നിന്. അപ്പോൾ അത് കൊടുത്തിട്ട് റിക്കൂട്ടൻ കാര്യമായിട്ട് തിന്നിട്ടൊന്നുമില്ല. പിന്നെ റിക്കൂട്ടൻ എന്താ പറയുന്നതെന്ന്, അവന് സ്കൂളിൽ പോകണമെന്ന്. റിക്കൂട്ടൻ നോക്കുമ്പോൾ അവൻ്റെ ഏട്ടന്മാർ ഏച്ചിമാർ എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട്, റിക്കു മാത്രം പോകുന്നില്ല. അപ്പോൾ എനക്കും സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാന്ന് കേട്ടോ. ഉണ്ടാക്കട്ടെ, അംഗൻവാടിയിൽ ആരെല്ലാം ഉണ്ടാവുക? പിന്നെ ടീച്ചർ ആരുണ്ടാവുക? അമ്മ ഉണ്ടാവുക? അച്ചാച്ചി ഉണ്ടാവുക? അച്ചാച്ചി ഉണ്ടാവുക അംഗൻവാടിയിൽ? അച്ചാച്ചി ഒന്നും ഉണ്ടാവില്ല മോനെ, റിക്കോട്ടനും ഫ്രണ്ട്സും ടീച്ചറും മാത്രം. ഇനിയിപ്പോൾ റിക്കോർഡിന് ഡിസംബറിൽ 3 വയസ്സാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അവനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി, അംഗൻവാടിയിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അയ്യോ, കൊല്ലങ്ങളെല്ലാം എത്ര വേഗമാണ് പോകുന്നത്. അങ്ങനെ പിന്നെ ഞാനിതാ വറവുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പുറത്തുനിന്ന് നായി കുരക്കുന്ന സൗണ്ട് ചിലപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പം കേൾക്കുന്നുണ്ടാകും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക്. അത് എൻ്റെ കുര നിർത്താൻ ഞാൻ കാത്തുനിന്നാൽ എൻ്റെ എഡിറ്റയിൽ ഇപ്പോൾ ഒന്നും നടക്കില്ല. അങ്ങനെ ഞാനിതാ വറവാക്കിക്കൊണ്ട് നിൽക്കുവാന്ന്. ഞാൻ ആദ്യം ഇങ്ങനെ പ്ലേറ്റിലിട്ടിട്ട് ക്യാബേജ്, ഉള്ളി, പച്ചമുളക്, തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഇപ്രാവശ്യം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്നാട് മിക്സാക്കി വെച്ചതിന് ശേഷം പിന്നെ അതാണ് നമ്മളെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വറവാക്കുന്നത് കേട്ടോ.
പിന്നെ ഇതാ മീൻ പൊരിക്കുവാന്ന് കേട്ടോ. ഇത് നമ്മളെന്താ ഓലമീൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ മീൻ പൊരിക്കുവാന്ന്. പിന്നെ ഇന്നലെ നമ്മൾ കൈതച്ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. അങ്ങനെ നമ്മളെ വറവായി. ഇനി നമുക്ക് നമ്മളെ കൊറിയർ അയക്കാൻ പോകട്ടോ. ഇന്ന് നമുക്ക് 4 എണ്ണമാണ് അയക്കാനുള്ളത്. അപ്പം നിന്നിടാ അവിടെ നോക്കിയിട്ട് എന്നെ ചിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ റിക്കോർഡൻ ഇതാ അതിൻ്റെ നടുക്ക് അച്ഛൻ ഇവിടെ പണിക്ക് പോയപ്പോൾ റിക്കോർഡിനെയും കൂട്ടിയതാണ്. അപ്പോൾ നമ്മളവിടെ അടുത്ത് ഒരു നാരായണേട്ടനുണ്ട്. നാരായണേട്ടനപ്പോൾ റിക്കോർഡിന് ഇഷ്യൂവിന് മുട്ടായി വാങ്ങിക്കൊടുക്കും. അങ്ങനെ വലിയൊരു പെർക്ക് മുട്ടായില്ല, അതെല്ലാം വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ നേരെ പോകുന്നത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റിക്കൂട്ടൻ ചോക്ലേറ്റ് തിന്ന പാടാണ് റിക്കൂട്ടൻ്റെ മുഖത്ത് കാണാനുള്ളത്. ഓനതും കഴിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിതാ കൊറിയർ അയക്കാൻ പോയി വന്നു. പിന്നെ അവിടെ കുറച്ച് സമയം നിർത്തിയിട്ടൊരു സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ നേരെ പണിക്ക് പോയി. അപ്പോൾ റിക്കൂട്ടൻ അവിടെ നിന്നിട്ട് അച്ഛന് ടാറ്റ പറഞ്ഞ്. പിന്നെ ഉഴുന്നുവട വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. റിക്കൂട്ടൻ മുകളിൽ വന്നിട്ട് ഇങ്ങനെ കളിക്കുവാന്ന് കേട്ടോ. അപ്പം ഇത് നിതിനാൻ്റെ കീബോർഡാണ്, പണ്ട് വാങ്ങി വെച്ച നിതിനാൻ്റെ ഒരു കീബോർഡാണ്. റിക്കോർഡിന് അലമാരിയിൽ നിന്നാണ് അതും പൊക്കി പിടിച്ചിരുന്നു. എന്നോട് ചോദിച്ചു ഏതാ വേണ്ട പൂജമാമി, നമ്മൾ ലാപ്ടോപ്പിൽ വെക്കില്ല അതുപോലെ ചോദിക്കുവാന്ന്, ഏതാ വെക്കേണ്ട ട്രെയിന് വേണമെന്നല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, ഡ്രസ്സെല്ലാം മാറ്റി ഉഴുന്നോടെ തിന്ന് ഇങ്ങനെ ഇരിക്കുവാന്ന്. അപ്പോഴേക്ക് നമുക്ക് വേറെയും കുറച്ച് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ അത് പാക്കിങ് കാര്യങ്ങൾ എഴുതി വെക്കൽ അങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങളിലേക്ക് ഞാനും കടന്നു കേട്ടോ. പിന്നെ നമുക്ക് പുതിയ വാക്സ് ബാട്ടിക്കിൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം ഇനി. അങ്ങനെ അതിൻ്റെ എല്ലാം പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുവാന്ന് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ണട വെക്കുന്നത്, പക്ഷേ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. എന്തോ ഒരു സംഭവം കൂടി നമ്മൾ ഒന്നിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് വർത്താനെല്ലാം പറഞ്ഞു. അപ്പോഴേക്ക് നമ്മൾ ആമിനത്ത വന്നിട്ടുണ്ടായിന്. ആമിനത്തേനോടെല്ലാം വർത്താനം പറഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് കുറച്ച് സമയം കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഇതാ നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെല്ലാം മഴയുണ്ടാ ചോദിക്കുന്നതിൽ അർത്ഥമില്ലാന്നറിയാം, എല്ലാ സ്ഥലത്തും മഴ തന്നെയാണല്ലോ. അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞപ്പോൾ റിക്കൂട്ടൻ പറഞ്ഞു അവന് സൈക്കിൾ ഓടിക്കണമെന്ന്. അങ്ങനെ റിക്കൂട്ടൻ എൻ്റെ സൈക്കിളെല്ലാം വെള്ളമുള്ളതെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അതിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ റിക്കൂട്ടിന് ചോറ് തരാമെന്ന്. ഞാൻ കൊടുത്തെങ്കിലും ഓൻ വായി തുറന്നതേ ഇല്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ തോന്നിയെടുത്ത് എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചോറ് എടുത്തിട്ട് തിന്ന്. അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പുതിയ വാക്സ് ബാട്ടിക് മെറ്റീരിയൽസ് ഉണ്ട്, ഇത്രയും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി മുഴുവൻ ഇതാ പാക്കാക്കി വെക്കുവാന്ന്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള കളർ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയേ. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ. അങ്ങനെ പിന്നെ ഞാൻ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബാട്ടിക് പ്രിൻറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും, ഏതൊക്കെയാണ് കളക്ഷൻസ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെ പിന്നെ ഇതാ ബെഡെല്ലാം വിരിച്ച് വെച്ചു. പിന്നെ അടിച്ചു വാരുകയും തുടക്കുകയെല്ലാം ചെയ്യാന്ന്. കാരണം നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ അകത്ത് ഒരു സംഭവമുണ്ട്, അതായത് ഈ വാക്സിനെ കൊണ്ടാണ് ഇവർ ഈ ബാട്ടിക് പ്രിൻ്റ് അതിൽ ചെയ്യുന്നത്, ഹാൻഡ് ബ്ലോക്ക് അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അങ്ങനെ അത് മൊത്തം അടിച്ച് വൃത്തിയാക്കുവാന്ന് കേട്ടോ. അല്ലേ പിന്നെ അതും ചവിട്ടി അവിടെ ഇവിടെയെല്ലാം മൊത്തത്തിലാകും. അതുകൊണ്ട് ഉള്ള ഭാഗം തുടച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്നായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അവിടെയും തുടക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മൊത്തത്തിൽ അങ്ങ് തുടച്ച് വൃത്തിയാക്കി വെച്ച് കേട്ടോ. അപ്പം അതാ നിതിനുണ്ട് ഊഞ്ഞാലിങ്ങനെ കിടന്നാടുന്നുണ്ട്. പിന്നെ അപ്പോഴേക്ക് പുറത്ത് നോക്കുമ്പം ചെറിയൊരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇതാ നമ്മളെ നിമിഷേച്ചി ശരത്തെണ്ണം വന്നിട്ട് ഇഷാനയുടെ ആക്കിയിട്ട് പിന്നെ അവർ പല്ല് കാണിക്കാൻ പോയി. നിമിഷേച്ചിക്ക് പല്ല് വേദന കേട്ടോ. അങ്ങനെ അവർ പോയി. പിന്നെ ഞാൻ കുളിച്ച് താഴേക്ക് വന്നിട്ട് നോക്കുമ്പോൾ അമ്മ ഇതാ നല്ല ചക്കപ്പുഴുക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മളെ ബ്രെഡും മുട്ടയില്ലേ അതും ആക്കി കേട്ടോ. അങ്ങനെ ഞാനും 2-3 ബ്രെഡ് മുട്ടയാക്കിയിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടി ഇഷുവും നമ്മൾ എറിക്കും കൂടി ചെയ്താൽ ടിവിയും കണ്ടിട്ട് തിന്നുവന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓർഡർ തരാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.